ഹലോ ഫ്രണ്ട്സ്, പവിത്രം സീരിയലിന്റെ ഉടനെ തന്നെ വരാൻ പോകുന്ന നല്ലൊരു അടിപൊളി എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശ്രീകാന്തിന്റെ ചതിക്കുഴികൾ തിരിച്ചറിഞ്ഞ ശങ്കരൻ ആകെ ദേഷ്യത്തോടെ ശ്രീകാന്തിനെ കൈകാര്യം ചെയ്യുകയാണ്. വിക്രമാകട്ടെ വേദയും കൂട്ടി സ്വന്തം വീട്ടിലേക്ക് മടങ്ങുകയാണ്. എന്നാൽ ഈ മാറ്റങ്ങളെല്ലാം ശ്രീകാന്തിനെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട് കേട്ടോ. സത്യങ്ങളെല്ലാം അറിഞ്ഞാൽ സ്വത്തുക്കളെല്ലാം വേദയുടെ കൈകളിൽ എത്തുമെന്നും താൻ അഴിക്കുള്ളിലാകുമെന്നും ശ്രീകാന്ത് ഉറച്ചു വിശ്വസിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ തന്റെ രക്ഷയ്ക്കായി അനിയൻകുട്ടനെ എത്രയും പെട്ടെന്ന് കണ്ടെത്തണമെന്ന് അവൻ തന്റെ ആളുകൾക്ക് നിർദ്ദേശം നൽകുകയാണ്. ഒടുവിൽ ശ്രീകാന്തിന്റെ ഗുണ്ടകൾ അനിയൻകുട്ടനെ അവന്റെ മുന്നിലെത്തിക്കുന്നു. അവിടെ വെച്ച് ക്രൂരമായ ഒരു ഭീഷണിയാണ് ശ്രീകാന്ത് മുഴക്കുന്നത്. പുളിക്കലിന്റെ കൊലപാതകത്തിന്റെ സാക്ഷി നീ മാത്രമാണ്. വരുണിന്റെ അച്ഛൻ ചോദിക്കുമ്പോൾ വിക്രമാണ് അത് ചെയ്തതെന്ന് നീ പറയണം. അനുസരിച്ചില്ലെങ്കിൽ പുളിക്കന് സംഭവിച്ചത് തന്നെ നിനക്കും സംഭവിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുമ്പോൾ ഈ ഭീഷണിക്ക് മുന്നിൽ എന്ത് ചെയ്യണമെന്നറിയാതെ മാനസികമായി തകർന്നു പോവുകയാണ് അനിയൻകുട്ടൻ. ശ്രീകാന്തിന്റെ ഈ പുതിയ മുഖം കണ്ട് അവിടെയുള്ളവരെല്ലാവരും ഒരുപോലെ ഭയന്ന് വിറച്ചിരിക്കുകയാണ്. ഏതായാലും അനിയൻകുട്ടൻ തന്റെ ഭീഷണിക്ക് വഴങ്ങിയെന്ന് മനസ്സിലാക്കുന്ന ശ്രീകാന്ത് തന്റെ വിജയത്തിൽ ഇങ്ങനെ അഹങ്കരിച്ചുകൊണ്ട് അട്ടഹസിച്ചിരിക്കുന്നു. അനിയൻകുട്ടന്റെ ഓർമ്മകൾ ഇനി അവന് ഒരിക്കലും തിരിച്ചു വരില്ലെന്നും വന്നാൽ തന്നെ തന്റെ പേര് പറയാൻ അവന് ഭയമായിരിക്കുമെന്നും ശ്രീകാന്ത് ഉറച്ചു വിശ്വസിക്കുന്നു. എന്നാൽ ഈ ക്രൂരമായ ചിരിക്ക് പിന്നിൽ വലിയൊരു പതനത്തിന്റെ തുടക്കമാണെന്ന് ശ്രീകാന്ത് അറിഞ്ഞിരുന്നില്ല. മറുഭാഗത്ത് വിക്രമും വേദയും തങ്ങളുടെ സ്വപ്നയാത്രയിലാണ്. തങ്ങളെ വേട്ടയാടാൻ ആരും വരില്ലെന്ന ആശ്വാസത്തിൽ അവർ പരസ്പരം തണലാകുന്നു. തന്റെ സഹോദരൻ വിക്രമിനെ കൊല്ലാൻ നടക്കുകയാണെന്ന സത്യം വേദനയോടെ ഓർക്കുമ്പോൾ ശ്രീകാന്തിന്റെ ഈ അഴിഞ്ഞാട്ടം അധിക നാൾ നീണ്ടു നിൽക്കില്ലെന്ന് വിക്രം അവൾക്ക് ഉറപ്പ് നൽകുകയാണ്. അനിയൻകുട്ടന്റെ ബോധം തെളിയുന്ന നിമിഷം ശ്രീകാന്തിന്റെ സാമ്രാജ്യം തകർന്നടിയുമെന്ന് വിക്രം കണക്കുകൂട്ടിയിരുന്നു. ശ്രീകാന്ത് തന്റെ ചെയ്തു കൂട്ടിയ ക്രൂരതകൾക്ക് അർഹമായ ശിക്ഷ അനുഭവിക്കണമെന്നും തങ്ങളുടെ സന്തോഷം തകർത്ത അയാൾക്ക് മാപ്പില്ലെന്നും വേദയും വിതുമ്പലോടെ പറയുന്നു. വേദയുടെ ഉള്ളിലെ ആ പഴയ സഹോദര സ്നേഹം ഇപ്പോൾ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമായി മാറിയിരിക്കുകയാണ്. അങ്ങനെ വിക്രം വേദയെ ആശ്വസിപ്പിക്കുകയാണ്. ഇതൊന്നും ആലോചിച്ച് താൻ വിഷമിക്കേണ്ട. സത്യങ്ങൾ അച്ഛൻ ഏതാണ്ട് മനസ്സിലാക്കി തുടങ്ങി. താൻ നിരപരാധിയാണെന്ന് തെളിയുന്നതോടെ എല്ലാം ശരിയാകുമെന്നും തങ്ങളുടെ ജീവിതത്തിൽ ഇനി ഒരു ശത്രുവും ഉണ്ടാകില്ലെന്ന് വിക്രം പറയുമ്പോൾ അവിടെ അനിയൻകുട്ടനാണെങ്കിൽ സാവധാന ബോധത്തിലേക്ക് മടങ്ങി വരികയായിരുന്നു. താൻ പൂർണ്ണമായും നോർമലായ കാര്യം ശ്രീകാന്ത് അറിഞ്ഞു കഴിഞ്ഞാൽ തന്റെ ജീവൻ അപകടത്തിലാകുമെന്നുള്ളൊരു ധാരണ അനിയൻകുട്ടനുണ്ട്. അതുകൊണ്ട് തന്നെ ഓർമ്മകൾ തിരിച്ചു കിട്ടിയത് ഒളിപ്പിച്ചു വെച്ച് അവൻ ശ്രീകാന്തിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. പുളിക്കനെ കൊന്നത് താനാണെന്ന് നിനക്ക് ഓർമ്മയില്ലേ എന്ന ശ്രീകാന്തിന്റെ ചോദ്യത്തിന് താനൊന്നും കണ്ടിട്ടില്ലെന്നും പഴയ കാര്യങ്ങളൊന്നും ഓർമ്മയില്ലെന്നും പറഞ്ഞ് അനിയൻകുട്ടൻ ശ്രീകാന്തിന്റെ മുന്നിൽ തകർത്ത് അഭിനയിക്കുകയാണ്. അങ്ങനെ പിന്നെ അനിയൻകുട്ടൻ ഒന്നും ഓർമ്മയില്ലെന്നറിഞ്ഞ ശ്രീകാന്ത് ആഹ്ലാദത്തോടെ അവനെ പോകാൻ അനുവദിക്കുന്നു. പുറത്തിറങ്ങിയ അനിയൻകുട്ടൻ വിക്രമിനെ വിളിച്ച് സത്യങ്ങളെല്ലാം തുറന്നു പറയുകയാണ്. എന്നാൽ ഈ സത്യം തന്നോടല്ല വരുണിന്റെ അച്ഛനോടാണ് പറയേണ്ടതെന്ന് വിക്രം തന്നെ അവനോട് ആവശ്യപ്പെട്ടു. പിന്നീട് ഭയം ഉള്ളിലൊതുക്കി വരുണിന്റെ അച്ഛന്റെ മുന്നിലെത്തിയ അനിയൻകുട്ടൻ മകനെ കൊന്ന യഥാർത്ഥ കൊലയാളിയെ തനിക്ക് അറിയാമെന്ന് വെളിപ്പെടുത്തുകയാണ് കേട്ടോ. തന്റെ ജീവൻ അപകടത്തിലാണെന്നും തന്റെ പേര് വെളിപ്പെടുത്തരുതെന്നും പറയുമ്പോൾ അനിയൻകുട്ടന്റെ ശബ്ദം വിറയ്ക്കുന്നുണ്ടായിരുന്നു. എന്തായാലും അനിയൻകുട്ടന്റെ ആ വെളിപ്പെടുത്തൽ കേട്ട് വാസവൻ ആകെ ഷോക്ക്ഡ് ആവുന്നു. മാത്രമല്ല സത്യം പുറത്തു കൊണ്ടുവരാൻ വേണ്ടി വാസവൻ അനിയൻകുട്ടന് പൂർണ്ണ സുരക്ഷ വാഗ്ദാനം ചെയ്യുകയാണ്. പുളിക്കനെ ശ്രീകാന്ത് കത്തികൊണ്ട് കുത്തുന്നത് താൻ നേരിട്ട് കണ്ടതാണെന്ന് അനിയൻകുട്ടൻ സാക്ഷ്യം പറയുമ്പോൾ തന്നെ ഇത്രയും കാലം അയാൾ പറ്റിക്കുകയായിരുന്നു എന്ന് വാസവൻ തിരിച്ചറിയുന്നു. വിശ്വസ്തനായി കൂടെ നിന്നവൻ തന്നെയാണിതെന്ന് അറിഞ്ഞപ്പോൾ വാസവന്റെ കണ്ണുകളിൽ ചോര തുടിച്ചു. അങ്ങനെ പേടിക്കേണ്ടെന്നും നിന്റെ കൂടെ എന്റെ ആളുകൾ ഉണ്ടാകുമെന്നും പറഞ്ഞ് അനിയൻകുട്ടനെ സുരക്ഷിതമായി വാസവൻ അവിടെ നിന്ന് മാറ്റുകയാണ്. അവിടം തൊട്ട് തന്റെ ശത്രുവിനെ കെണിയിൽ വീഴ്ത്താനുള്ള ആദ്യത്തെ കരുനീക്കം വാസവൻ അവിടെ തുടങ്ങുകയായിരുന്നു. അതിനുശേഷം ഒന്നും അറിയാത്ത ഭാവത്തിൽ ശ്രീകാന്തിനെ ഫോണിൽ വിളിച്ച് സന്തോഷത്തോടെ സംസാരിക്കുകയാണ് വാസവൻ. ശ്രീകാന്തിനെ തന്റെ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ്. ശ്രീകാന്ത് ആണെങ്കിലോ വാസവന്റെ ആ സന്തോഷം തന്റെ നാശത്തിനാണെന്ന് അറിയാതെ ആ വീട്ടിലേക്ക് ആത്മവിശ്വാസത്തോടെ നടന്നു കയറി. മകനെ കൊന്നവനെ താൻ കണ്ടെത്തി കഴിഞ്ഞുവെന്നും അവനെ ഇനി നിയമത്തിന് വിട്ടുകൊടുക്കില്ലെന്നും വാസവൻ പറയുമ്പോൾ വിക്രമിനെ തന്നെയാണല്ലോ ഉദ്ദേശിച്ചതെന്ന് കരുതി ശ്രീകാന്ത് സന്തോഷിക്കുന്നു. എന്നാൽ വിക്രം മരിക്കുന്നത് കാണാൻ നേരിട്ട് കാത്തിരിക്കുകയാണെന്ന് പറഞ്ഞ ശ്രീകാന്തിന്റെ മുഖത്തെ ചിരിമായാൻ നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. ആ ഒരു സന്തോഷത്തിലിരിക്കുമ്പോഴാണ് പെട്ടെന്ന് തന്നെ വാസവന്റെ സ്വരം മാറുന്നത്. തന്റെ മുന്നിൽ ഇനി അഭിനയിക്കേണ്ടെന്നും എല്ലാ സത്യങ്ങളും താൻ അറിഞ്ഞെന്നും അയാൾ ശ്രീകാന്തിന്റെ മുഖത്ത് നോക്കി തന്നെ ഗർജിക്കുന്നു. വാസവന്റെ ആ രൂപം കണ്ടപ്പോൾ തന്നെ ശ്രീകാന്തിന്റെ ഉമിനീർ വറ്റി തുടങ്ങിയിരുന്നു. അങ്ങനെ കയ്യിലുണ്ടായിരുന്ന വലിയൊരു കത്തിയെടുത്ത് വാസവൻ ശ്രീകാന്തിന്റെ അടുത്തേക്ക് വരുമ്പോൾ തന്റെ കുടുംബത്തെ ഓർത്ത് തന്നെ കൊല്ലരുതെന്ന് പറഞ്ഞ് ശ്രീകാന്ത് നിലവിളിക്കുകയാണ് കേട്ടോ വാസവന്റെ മുന്നിൽ. എന്നാൽ തന്റെ മകനെ ഇല്ലാതാക്കിയവനോട് ഒരു ദയയും കാണിക്കില്ലെന്നും നിന്നെ കൊന്നിട്ട് ജയിലിൽ പോകാനാണ് തന്റെ തീരുമാനമെന്നും വാസവൻ ഉറപ്പിച്ചു പറയുന്നു. മരണത്തെ ഇത്രയും അടുത്ത് കണ്ട ശ്രീകാന്ത് വിറച്ചുകൊണ്ട് പിന്നിലേക്ക് നീങ്ങുകയായിരുന്നു. അങ്ങനെ കത്തിയുമായി ആഞ്ഞെടുക്കുന്ന വാസവനെ കണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ശ്രീകാന്ത് ആകെ തളർന്നു വീഴുകയാണ്. ഒരു കാലത്ത് എല്ലാവരെയും ഭയപ്പെടുത്തിയിരുന്ന ശ്രീകാന്ത് ഇന്ന് വെറും ഒരു ഇരയെപ്പോലെ ദയക്കായി യാചിക്കുകയാണ്. ഈ ഒരു സമയത്താണ്
പെട്ടെന്ന് ദീപ്തി അങ്ങോട്ട് കടന്നു വരുന്നത്. വാസവൻ ശ്രീകാന്തിനെ കൊല്ലാൻ വേണ്ടി തുടങ്ങുന്നത് കാണുമ്പോൾ ദീപ്തി അങ്ങോട്ട് വന്നിട്ട് തടയുകയാണ്. എന്നിട്ട് വാസവനോടായിട്ട് പറയുകയാണ്, ഇല്ല അച്ഛ, നിങ്ങളല്ല ഇത് ചെയ്യേണ്ടത്. ഈ കർമ്മം ചെയ്യേണ്ടത് അച്ഛനല്ല, വരുണിന്റെ ഭാര്യ അവൻ കൊതിച്ച് ഞാനാണ്. ഇയാളെ തീർക്കേണ്ടത് ഈ ദീപ്തിയാണ്. ഞാൻ അത്രത്തോളം ഇയാളെ വിശ്വസിച്ചു പോയി. എനിക്ക് വിട്ടു തന്നേക്ക് ഇയാളെന്ന് പറഞ്ഞ ദീപ്തി അവിടെ ഇരിക്കുന്ന നിലവിളക്ക് എടുത്തുകൊണ്ട് വന്ന് ശ്രീകാന്തിനെ തലയ്ക്ക് അടിക്കുവാൻ ശ്രമിക്കുകയാണ്. ദീപ്തി മോളെ, നീ എന്നെ ഒന്നും ചെയ്യല്ലേ, ഞാൻ നിന്റെ ഏട്ടനല്ലേ, നീ എന്നോട് ഒരു പ്രാവശ്യം ക്ഷമിക്കുന്നു പറഞ്ഞ് ശ്രീകാന്ത് നിലവിളിച്ച് കരയുകയാണ്. എന്നാൽ ദീപ്തി പറയും, ഇല്ല, എന്റെ വരുണിനെ തിരിച്ചു തരാൻ നിങ്ങൾക്ക് പറ്റുമോ? ഇല്ലല്ലോ. അവനെ കൊന്നിട്ട് എന്റെ ജീവിതം നശിപ്പിച്ചിട്ട് നിങ്ങൾ അങ്ങനെ സുഖിച്ച് ജീവിക്കണ്ട. എന്റെ വരുണിന്റെ ആത്മാവിന് മോക്ഷം കിട്ടണമെങ്കിൽ നിങ്ങൾ എന്റെ കൈകൊണ്ട് തന്നെ തീരണം എന്ന് പറഞ്ഞ് അവൾ ആ നിലവിളക്കെടുത്ത് ശ്രീകാന്തിന്റെ തലക്കിട്ട് കൊടുക്കുകയാണ്. ശ്രീകാന്ത് ആകട്ടെ അങ്ങനെ രക്തമെല്ലാം വാർന്നൊലിച്ച് ബോധം പോയി നിലത്ത് മലർന്നടിച്ച് കിടക്കുകയാണ്.